ഹലോ കൂട്ടുകാരെ, മൂവി മെലൺ ചാനലിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, ബെല്ലൈക്കൺ പ്രസ് ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ പുതിയ വിശേഷം ചെമ്മനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. സച്ചി വന്ന് രേവതിയെ കിച്ചണിൽ വന്ന് ഉമ്മയൊക്കെ കൊടുത്ത് അവിടെ ചെറിയ റൊമാൻസ് കെട്ടിപ്പിടുത്തൊക്കെ നടക്കും. അങ്ങനെ രേവതി അച്ഛ ഇതാ സച്ചിയേട്ടൻ എന്ന് പറയുമ്പോൾ സച്ചി വിടട അവളേനെ അറിയും. അങ്ങനെ നോക്കുമ്പോൾ സുധി ഉണ്ടാവും. പുറത്ത് പോയിട്ട് വെജിറ്റബിൾ ബിരിയാണിക്കുള്ള സാധനമായിട്ട് വന്നിട്ടുണ്ടാവും. അപ്പോൾ സുധി ചോദിക്കും, ഇതെന്താ സുധി ഇത്ര കുറച്ച് സാധനത്തിന് 500 രൂപയോ 490 രൂപയോ 10 രൂപ ബാലൻസ് കൊടുക്കുമ്പോൾ അതെ ബില്ലിതാ എന്ന് പറഞ്ഞ് കൊടുക്കുമ്പോൾ രേവതി പറയും, ഇതാകെ കുറച്ച് സാധനമുള്ളൂ, ഇതിനങ്ങനെ ഇത്രയും പൈസയാവുക എന്നൊക്കെ പറയുമ്പോൾ സുധി പറയും, ഇതാ ബില്ലിതാ, എനിക്ക് അയാൾ അത്രേ തന്നത്. സച്ചി ചോദിക്കും, നീ എന്താ വേർത്തിട്ടൊന്നും ഇല്ലല്ലോ? പറയും, ഞാൻ കാറിലാണ് പോയത് എന്ന് പറയും. അപ്പോൾ രവിയേട്ടൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരും. കടക്കാരൻ പറയും, മെഷീന് ചെറിയൊരു അബദ്ധം പറ്റിയതാണ്, 190 ആയിട്ടുള്ളൂ, ബാക്കി ക്യാഷ് ഞാൻ അങ്ങോട്ട് തരാൻ അറിയുമ്പോൾ ഞാൻ സുധിയുടെ നമ്പർ അയച്ചാൽ അതിലേക്ക് സെൻഡ് ചെയ്യാൻ പറയും. അപ്പോൾ രവിയേട്ടൻ പറയും, ഇത്ര ചെറിയൊരു കണക്ക് പോലും നിനക്ക് നോക്കാൻ കഴിയാത്ത നീ എങ്ങനെ ഈ ഇത്രയും വലിയ കട മാനേജ് ചെയ്ത് പോകും? പുറത്ത് കുറേ ഡിഗ്രി ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, പുറത്തുള്ള അറിവും വേണം പഠിക്കുക എന്ന് പറയും. ചന്ദ്രക്ക് അതൊന്നും തീരെ ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല. സച്ചി പറയും, ഇവൻ അമ്മായിയപ്പെട്ട കാശ് തുലക്കാനുള്ളതാണ് എന്ന് പറഞ്ഞ് കുറേ അവിടെ കളിയാക്കും കുറ്റപ്പെടുത്തുകയൊക്കെ ചെയ്യുമ്പോൾ ചന്ദ്രക്ക് ഒട്ടും ഇഷ്ടമാവുന്നില്ല. അങ്ങനെ അപ്പോൾ രവിയേട്ടൻ പറയും, നാളെ രേവതിക്ക് നീ കുറച്ച് സാധനം വാങ്ങിക്കൊടുക്കും സച്ചി, നാളെ ഒരു പ്രധാനപ്പെട്ട ദിവസമാണെന്ന് അറിയും. സച്ചി പറയും, എന്ത് നാളെ ഇവൻ കാശ് കൊണ്ട് ഓടിപ്പോയ ദിവസമല്ലേന്ന് അറിയും. വേറെ ഒന്നും ഇല്ലേന്ന് ചോദിക്കും. വേറെ എന്തെന്ന് പറയുമ്പോൾ രേവതിക്ക് ഒരുപാട് സങ്കടമായി. രേവതി കിച്ചണിലേക്ക് പോകും. അങ്ങനെ രവിയേട്ടൻ പറയും, നാളെ എൻ്റെ രേവതിയുടെ വിവാഹം കഴിഞ്ഞിട്ട് 1 വർഷമായില്ലടാ എന്ന് പറയും. അപ്പോൾ സച്ചി ചെന്ന് രേവതിയെ നോക്കുമ്പോൾ രേവതി സങ്കടപ്പെട്ട് കിച്ചണിൽ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ സച്ചി വന്ന് രേവതിയെ സമാധാനിപ്പിക്കാൻ നോക്കുമ്പോൾ രേവതി അവിടുന്ന് പുറത്തേക്ക് പോകും. അപ്പോൾ രേവതി പറയും, നിങ്ങൾക്ക് നിങ്ങളുടെ ഏട്ടൻ കാശിട്ട് ഓടിപ്പോയ ദിവസം മാത്രമേ ഓർമ്മയുള്ളൂ അല്ലേ? ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അപ്പോൾ സച്ചി പറയും, അതെനിക്ക് ഓർമ്മയുണ്ട്, അത് രണ്ടാമതായിട്ട് പറയാൻ വേണ്ടി നിൽക്കുകയായിരുന്നു, ഇതല്ലായിരുന്നു ആദ്യം പറയേണ്ടത് എന്ന് പറയും. മുമ്പൊക്കെ നിങ്ങൾ പറയും നീ എൻ്റെ തലയിൽ വന്ന് പെട്ടതാണെന്നുള്ളത്, ഇപ്പോഴും നിങ്ങൾക്ക് അങ്ങനെ തന്നെയാണോ തോന്നുന്നത് എന്ന് പറയുമ്പോൾ സച്ചി പറയും, ഇപ്പോൾ അങ്ങനെയല്ലല്ലോ, നമ്മൾ കൂടുതൽ അടുത്തില്ലേ, അന്നത്തെ പോലെ അല്ലല്ലോ, പിന്നെ എന്താ നിങ്ങളത് അവിടെ പറയാൻ എന്നൊക്കെ പറഞ്ഞ് രേവതി പരിഭവം പറയും. അപ്പോൾ എൻ്റെ മനസ്സിൽ നിന്നോട് അത്രക്കും സ്നേഹമുണ്ട് രേവതി, നിന്നെ കണ്ട മുതൽച്ചുള്ള എല്ലാ നിമിഷങ്ങളും എൻ്റെ മനസ്സിലുണ്ട് എന്ന് പറയും. അപ്പോൾ രേവതി പറയുന്ന സച്ചേട്ടൻ പറയും, എന്നെ ആദ്യമായിട്ട് എവിടെ വെച്ചിട്ടാണ് കണ്ടത് എന്ന് പറയും. നിന്നെ ഞാൻ ആദ്യമായിട്ട് കണ്ടത് നിന്നെ ബ്യൂട്ടി പാർലർക്ക് നിൻ്റെ കല്യാണ ദിവസം കൊണ്ടാക്കാൻ പോകുന്ന അന്നാണ് അറിയും. അപ്പോൾ രേവതി സങ്കടപ്പെടും, അന്നൊന്നല്ലാണ് അറിയും. പിന്നെ എന്നാണ് ചോദിക്കും, എന്നെ കണ്ടത് നിങ്ങൾ തെരുവിൽ വെച്ച് അടിപിടി കൂടുന്നതാണ് ഞാൻ ആദ്യമായിട്ട് കണ്ടത് എന്ന് പറയും. അപ്പോൾ രേവതി പറയും, സച്ചി പറയും, അന്ന് നിനക്ക് എന്നോട് ഇഷ്ടമായിരുന്നു വയ്ക്കും. അന്നൊന്നും ഇഷ്ടമില്ല, അന്നും ഒരു വെറുപ്പായിരുന്നു എന്ന് പറയും. ഈ അടിപിടി കൂടുന്നത് പിന്നെ കാണുന്നത് നിങ്ങൾ എൻ്റെ പൂക്കുട എടുത്ത് മൂക്കറ്റം കുടിച്ച് ഡാൻസ് കളിക്കുന്നത്, പിന്നെ കാണുന്നത് ഒരാളെ വെട്ടാൻ വേണ്ടി ഓടുന്നത്. ആദ്യം വിചാരിച്ചു അയാളെ വെട്ടാനായിരുന്നു എന്ന്, പിന്നെയല്ല മനസ്സിലായി സീരിയലിൽ അഭിനയിക്കായിരുന്നു. അന്ന് ഞാൻ സീരിയലിലൊക്കെ അഭിനയിച്ചിരുന്നു, പിന്നെ ആരും എന്നെ വിളിച്ചില്ല. എൻ്റെ രേവതി, എനിക്ക് നിന്നെ കല്യാണം കഴിച്ച ദിവസം, എൻ്റെ മനസ്സിലുള്ള ദിവസം, ഞാനന്ന് പുതിയ താലി വാങ്ങിയില്ല, അന്ന് നീ എന്നെ അമ്പലത്തിൽ കൊണ്ടുപോയി താലി കെട്ടിയിച്ചില്ല, അന്നാണ് എൻ്റെ മനസ്സിൽ നമ്മുടെ യഥാർത്ഥ കല്യാണം നടന്നത് എന്ന് പറയും. അപ്പോൾ രേവതിയോട് ചോദിക്കും, നിനക്കിപ്പോൾ എന്നോട് എന്താ രേവതി സ്നേഹമില്ലേ എന്ന് ചോദിക്കുമ്പോൾ രേവതി പറയും, സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു, അന്ന് എനിക്കൊരു തരം വെറുപ്പായിരുന്നു, അന്ന് ഒട്ടും സ്നേഹമില്ല. അപ്പോൾ സച്ചിക്കത് കേൾക്കുമ്പോൾ ഒരുപാട് സങ്കടമാവും. ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പോൾ എനിക്കൊരുപാട് സ്നേഹമായി സച്ചേട്ടനോട് എന്നൊക്കെ പറയും. അങ്ങനെ അവിടെ നിന്നിട്ട് ഇവർ കുറച്ച് റൊമാൻസും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ വരുന്നത് ചന്ദ്ര വിളിക്കുന്നുണ്ട്, രേവതി എന്ന് വിളിക്കുന്നുണ്ടാവും. അപ്പോൾ രേവതി പറയും, വീട് സച്ചേട്ടാ, അമ്മ അതാ വിളിക്കുന്നു എന്നെ, വീട് സച്ചേട്ടാ. അപ്പോൾ സച്ചി അവളെ കെട്ടിപ്പിടിക്കുന്നു. അവിടെ കുറച്ച് റൊമാൻസും കാര്യമൊക്കെ ആയിട്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമായെന്ന് കരുതുന്നു. അടുത്ത എപ്പിസോഡുമായിട്ട് നാളെ വരാം.